ഹലോ! നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? അരീക്കൽ എക്സോട്ടിക് ബേർഡ് പാർക്കിലാണ്. എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തുള്ള അരീക്കൽ എക്സോട്ടിക് ബേർഡ് പാർക്ക്. ഇതാണ് ബേർഡ്സ് പാർക്കിൻ്റെ എൻട്രൻസ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. റിസപ്ഷനിൽ ആരും തന്നെ ഇല്ല. ഒരു ചേട്ടൻ വരുന്നുണ്ട്. നമുക്ക് ടിക്കറ്റൊക്കെ ആദ്യം എടുക്കാം. 50 രൂപയാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ സൈഡിൽ കാണുന്ന സ്റ്റെയർ വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത്. അവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഞങ്ങളെ നന്നായി തന്നെ സ്വാഗതം ചെയ്തു. ബേഡ്സൊക്കെ നമ്മളെ നോക്കി അങ്ങനെ ഇരിക്കുവാണ്, വാതിലും തുറക്കുന്നതെന്ന് നോക്കി. എന്താ ബഹളമെന്നറിയോ? കിളികളുടെ അടിപൊളി സൗണ്ടാണ്. ചേട്ടൻ നമുക്ക് ഫുഡ് തന്നായിരുന്നു ബേഡ്സിനെ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പോവാണ്. എല്ലാ ബേഡ്സും ഞങ്ങളെ നോക്കി നിൽക്കുവാണ്. തുറന്നതും അതിൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇതേ നോക്കി എന്തോരം പക്ഷികളാ, തത്തകളാ കൂടുതൽ. എൻ്റെ മേത്തും കയ്യിലും എല്ലായിടത്തും വന്ന് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഇത് എന്തോരം തത്തകളാണെന്ന് നോക്കിയേ. ഇതിൻ്റെ അടുത്ത സൈഡിലുള്ള ഡോറ് കൂടി തുറന്നു കയറിയ അവിടെ 2 പാമ്പുകളുണ്ട്. പെരുമ്പാമ്പാണ്. രണ്ടും നല്ല ഉറക്കമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. കണ്ടോ, ഇത് വൈറ്റ് കളറാണ്. പിന്നെ ഇപ്പുറത്ത് പുതച്ചു മൂടിയിരിക്കുന്നൊരു ആനിമലുണ്ട്. അതെന്താണെന്ന് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. എന്തോ ഷുഗറി അങ്ങനെ എന്തോ ഒരു പേരാണ്. പേര് ഞാൻ മറന്നുപോയി. രണ്ടും തുണിയുടെ ഉള്ളിൽ പുതച്ചിരിക്കുകയാണ്. ആ ചേട്ടൻ ഞങ്ങൾക്കെല്ലാം തുറന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നല്ല ചേട്ടനാണ് കേട്ടോ. എന്തായാലും നമുക്കെല്ലാം നമ്മളെ നല്ലോണം എല്ലാം കാണിക്കുന്നുണ്ട്. ഇതേ തുണിയൊക്കെ മാറ്റി നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ എലിക്കുഞ്ഞിനെ പോലുള്ളൊരു മൃഗമാണ്. നോക്കുന്നുണ്ട് ആ ചേട്ടൻ. നമുക്ക് കയ്യിലൊക്കെ എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പേടിയാവുമല്ലോ. എനിക്ക് ഈ പിള്ളേരുള്ള കാരണം ഒന്നിനെ അങ്ങോട്ട് ശരിക്കും പിടിക്കാനും തൊടാനും ഒന്നും പറ്റിയില്ല. ബേഡ്സിൻ്റെ അടുത്ത് തന്നെ ശരിക്കും ഒന്നും ഇരിക്കാൻ പോലും പറ്റിയില്ല. ഇത് ഇഗ്വാനയാണ് നമ്മുടെ. രണ്ടും നല്ല ഉറക്കത്തിലാണ്. 2 കളറാണ് ഇവിടെ ഉള്ളത്. ആ ചേട്ടൻ്റെ എലിനെ പോലുള്ള മൃഗത്തിനെ കയ്യിലൊക്കെ പിടിച്ച് കാണിച്ചു. നമ്മുടെ കയ്യിലും തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർ നല്ല ബഹളമായിരുന്നു. അത് ഞാനൊന്നും വെച്ചില്ല കയ്യിൽ. പക്ഷികളുടെ കൂട്ടത്തിലും പിള്ളേരൊക്കെ കണ്ടാൽ ചിലപ്പോൾ അവർ മേത്തൊക്കെ വന്നിരിക്കുമ്പോൾ പിള്ളേരെ ഇത്തിരി പേടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർ മേത്തൊക്കെ വന്നിരിക്കുമ്പോൾ പിള്ളേർ പെട്ടെന്ന്. പക്ഷേ വലിയവർക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ പിറവം സൈഡിൽ വരുന്നവരൊക്കെ മറക്കാതെ കയറേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ അരീക്കൽ എക്സോട്ടിക് ബേർഡ് പാർക്ക്. ആ ചേട്ടൻ്റെ ഇഗ്വാനേനെ നമ്മുടെ കയ്യിൽ തന്നു. പക്ഷേ തൊടാനൊരു പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലൊന്നും എടുത്തില്ല. ഇവിടെ അക്വാഷോ വരുമ്പോഴും പെറ്റ് ഷോ ഒക്കെ വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ആനിമൽസിനെയൊക്കെ എല്ലാം കൂട്ടിൻ്റെ ഉള്ളിലാണ് കണ്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്കിങ്ങനെ എടുത്തൊന്നും കാണിച്ചു തരാൻ തന്നിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ചേട്ടൻ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ല ചേട്ടനാണ്. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സും എല്ലാം. അതെ, ഇവിടെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. എല്ലാം നമ്മുടെ അടുത്തോട്ട് പറന്ന് വരുവാണ് അടുത്ത് കയറുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ പിള്ളേർ നല്ല ബഹളമായിരുന്നു. അധിക നേരം ഒന്നും നമുക്ക് ഓരോ റൂമിൽ നിൽക്കാൻ സാധിച്ചില്ല. ഇനി വരുമ്പോൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ മേത്ത് വന്നിരിക്കുന്നതും അവർക്ക് ഫീഡ് ചെയ്യിക്കുന്നതും. നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ. എല്ലാവരും വന്നിരിക്കണം. നമ്മുടെ ഫ്രീ ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അത് ഈ എക്സോട്ടിക് ബേർഡ് പാർക്കിൽ വന്നാൽ മാറിക്കിട്ടും. കാരണം അവരുടെ ആ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ്. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇനി അടുത്ത ഡോറിൻ്റെ ഉള്ളിൽ 2 മക്കാവും പിന്നെ ഒരുപാട് തത്തകളും കിളികളൊക്കെ ഉണ്ട്. ഈ പിള്ളേർ കാരണം എനിക്കൊരു സ്ഥലത്ത് മര്യാദക്ക് നിൽക്കാൻ പറ്റിയില്ല. പക്ഷേ അടിപൊളിയാണ്. പിള്ളേരൊക്കെ നല്ല ബഹളമായിരിക്കും അത്യാവശ്യം. കാരണം പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്ഥലത്ത് കയറുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.